വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി ദർശനം ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഈ മഹാ ഉത്സവം തെക്കൻ കേരളത്തിലെ സുപ്രധാന ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ്. പുലർച്ചെ 4:30 അഷ്ടമി ദർശനം നടന്നു. ദർശന പുണ്യം തേടി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നു. മണിക്കൂറുകൾ കാത്തിരുന്നിട്ടാണ് പലർക്കും അഷ്ടമി ദർശനം ലഭിച്ചത്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലുള്ള അഷ്ടമിയാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത്. വ്യാഘ്രപാദ മഹർഷിക്ക് ഭാരതത്തിലെ 108 ശൈവ മഹാക്ഷേത്രങ്ങളിൽ പേരുകേട്ടതാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ, പെരുന്ത്രിക്കോവിലപ്പൻ എന്നും വൈക്കത്തപ്പന് ഒരു പേരുണ്ട്. വൈക്കത്തപ്പന് 3 ഭാവങ്ങളുണ്ട്. രാവിലെ ജ്ഞാനവിജ്ഞാനവർദ്ധനയും ഐശ്വര്യവും നൽകുന്ന ദക്ഷിണാമൂർത്തി, മധ്യാഹ്നത്തിൽ സർവകാര്യസിദ്ധി നൽകുന്ന കിരാതമൂർത്തി, സന്ധ്യയ്ക്ക് സമസ്ത ജീവിത ഐശ്വര്യങ്ങളും കുടുംബശ്രീയും നൽകുന്ന സാംബശിവനും. പരമശിവൻ ദർശനം നൽകിയ ദിവസമാണ് ഇതെന്നാണ് ഐതിഹ്യം. രാവിലെ 101 പറ അരിയുടെ വിഭവസമൃദ്ധമായ പ്രാതലാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. അഷ്ടമി ദിവസം വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്നും മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആഘോഷപൂർവമായ വരവ് നടക്കും. താരകാസുരനെ കൊന്ന വിജയശ്രീലാളിതനായി എത്തുന്ന ദേവസേനാപതിയായ സുബ്രഹ്മണ്യനെ അച്ഛനായ വൈക്കത്തപ്പനും ഉപദേവതമാരും സ്വീകരിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. വലിയ കപാലം മുതൽ നിലവിളക്കുകൾ കത്തിച്ചു വെച്ച് പൂക്കൾ വിതറിയുമാണ് ഉദയനാപുരത്തപ്പനെ ഭക്തജനങ്ങൾ എതിരേൽക്കുന്നത്. തുടർന്ന് വലിയ കാണിക്ക, വെടിക്കെട്ടിനു ശേഷം ഉദയനാപുരത്തപ്പന്റെ മടക്കയാത്ര നടത്തി ഞായറാഴ്ചയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നത്.